വെച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൂടെ അപ്പോൾ ഗായ്സ് നമ്മളിവിടെ എത്തിയിട്ടുള്ള ഹൈപ്പർ പാണ്ടയിൽ നമ്മൾ പോവാണ്. നമ്മൾ നമ്മുടെ വണ്ടിയിലെ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടൊക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ജസാൻ യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിലുള്ള ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണാം. നമ്മളിനി ഈ കടലിൻ്റെ നടുക്ക് കൂടെയുള്ള പാതയുണ്ട് ഇതിൽ, അതിലെ നടക്കാൻ പോവാണ് നമ്മൾ. എന്നിട്ട് ശേഷം നമ്മളിവിടെ ചുറ്റി കാണും, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഐ ലവ് യു ജസാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ പോവാം. ആദ്യം നമ്മൾ ഇതിൻ്റെ നടുക്ക് കൂടെയുള്ള സ്ഥലത്ത് പോവുകയാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളവിടെ കയറി കണ്ടില്ല ഗൈസ്, നല്ല രസമുണ്ട്. നിങ്ങൾ ആ ഇരുട്ടായതുകൊണ്ടാണ് നിങ്ങൾക്കധികം മനസ്സിലാവാത്തത്. നല്ലൊരു പൊളി വൈബാണ് ഗൈസ്. നല്ല കാറ്റുണ്ട്. നമ്മൾ ഏകദേശം നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ വരുന്നവർക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് പ്ലേസസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇവർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. നമ്മൾ ഈ നടുവിലൂടെയുള്ള ആ ഒരു പാതയുടെ അവസാനം നമ്മളെത്തി. കണ്ടില്ലേ, ആ അറ്റത്ത് നിന്നാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയത്. അധികം ഇല്ലെങ്കിലും കുറച്ച് ദൂരമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. വളരെ നല്ലൊരു പൊളി. നമുക്ക് ഈ അകലെ നമ്മൾ കാണുന്നതാണ് ജസാൻ യൂണിവേഴ്സിറ്റി. പൊളി DJ സോങ്ങൊക്കെയാണ് വെച്ചിരുന്നത് യൂണിവേഴ്സിറ്റി. ഓ വിമാനം അങ്ങനെ ഗൈസ്, നമ്മുടെ ഫോട്ടോഷൂട്ടും ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത ശേഷം നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ടയറൊക്കെ പൊട്ടിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിപ്പോയ കുറേ ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ കാണുന്ന അതിലൂടെയാണ് ഇവിടെയുള്ള ആളുകൾ വെള്ളം കിടത്തുന്നത് അങ്ങോട്ടേക്ക്. ഈ വെള്ളം ഉപയോഗിച്ചാണ് അവർ ജീവിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ആ കുഴപ്പം കേട്ടോ. എൻട്രൻസിലേക്ക് എത്തുവാണ്. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് വീണ്ടും തിരിച്ചു പോവാണ് ഗൈസ്. റാണിക്ക് എന്തോ ഒരു പ്രത്യേകിച്ച് എന്തോ കാര്യം പറയാനുണ്ട്. വെളിച്ചത്തിലേക്ക് വരുന്നു. അതെ, ഇവിടെ അത്യാവശ്യം നമുക്ക് വിശ്രമിക്കാനും നല്ല നല്ല കാഴ്ചകൾ കാണാനും. എല്ലാവരും കറുപ്പും വെള്ള ഇട്ടിട്ടാണ് വരുന്നതെങ്കിലും നല്ല അടിപൊളിയാണ് എല്ലാവരും കാണാനായിട്ട്. എന്നിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുണ്ട്, പക്ഷെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സമാധാനപരമായ ഒരു ഏരിയ കൂടിയാണ്. കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ അത്രയും സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും തന്നെ പരമാവധി മാക്സിമം വരാൻ ശ്രമിക്കുക. ഇവിടുത്തെ കാഴ്ചകൾ പ്രത്യേകിച്ച് നൈറ്റ് രാത്രി കാണാനാണ് ഏറ്റവും നല്ലത്. മരങ്ങളൊക്കെ കണ്ടില്ലേ, ഭയങ്കര വെറൈറ്റി ആയിട്ട് അവർ വെട്ടി ഒതുക്കി വെച്ചേക്കുക. നല്ല പൂക്കൾ, നല്ല രസമുണ്ട്. ചുമപ്പ് പൂവിനെ തൊട്ടറിയാവുന്ന റാണി. വൃത്തിപ്പൂവ് പുല്ലിൽ കൊണ്ട് നട്ടുപോലെ. വഴിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ ഐസ്ക്രീമിൻ്റെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ ഇവിടെ ഉണ്ട് ഒരു ഐ ലവ് യു ജസാൻ എന്ന് പറഞ്ഞ്. ഈ ജസാൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം ഇങ്ങോട്ട് ആർക്കെങ്കിലും വരണമെങ്കിലൊക്കെ നമ്മൾ ഹൈപ്പർ പാണ്ടേൻ്റെ അല്ലെങ്കിൽ റാഷിദിൻ്റെ അവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് ജസാൻ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ മതി. ജസാൻ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഈ ബീച്ചുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയുവാണ്. എല്ലാവരും ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.